നമസ്കാരം, എല്ലാവർക്കും റെഡ് റോസസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ പെരുന്നാൾ ആശംസകൾ. പെരുന്നാൾ പ്രമാണിച്ചിട്ട് ഞാൻ നല്ലൊരു ചിക്കൻ കറിയാണെന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണത്. ഗ്രീനി ചിക്കൻ കറി, ഹൈദരാബാദി ഹരിയാലി ചിക്കൻ കറി എന്ന് അതിന് പറയും. വളരെ ടേസ്റ്റാണ്, അധികം സ്പൈസി ഒന്നുമല്ല, വലിയ എരിവും ഒന്നുമില്ല. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് സമയം കളയാതെ പെരുന്നാളിന് വേണ്ടിയിട്ട് ഹരിയാലി ചിക്കൻ കറി ഉണ്ടാക്കാം. ഗ്രീൻ ചിക്കനാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. 500 ഗ്രാം ചിക്കൻ ഉണ്ട്. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആദ്യം ഇട്ട് കൊടുക്കാം. ഒരു 7 ചെറിയ വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ. 500 ഗ്രാമിന് ഇത്രേ ആവശ്യമുള്ളൂ. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. തൈര്, തൈരിൽ മുങ്ങിക്കിടക്കണം ചിക്കൻ. അപ്പോൾ ഏകദേശം ഇത്ര വേണം. ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്യണം. ഒരു 30 മിനിറ്റോളം ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. കൈ കൊണ്ടെല്ലാം നന്നായി നമുക്ക് തിരുമ്മി പിടിപ്പിക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെക്കണം. ഈ ഗ്രീൻ ചിക്കന് വേണ്ടിയിട്ടുള്ള ഉള്ളി, അതായത് 3 സവാള ഞാൻ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. വീഡിയോ ലാഗ് ആവേണ്ട വെച്ചിട്ടാണ് ഞാൻ ഇത് ഫ്രൈ ചെയ്ത് വെച്ചത്. അപ്പോൾ നമുക്ക് ലെങ്തി ആവില്ല വീഡിയോ. ഇതിലേക്ക് മല്ലിയില, പുതിനയില, പച്ചമുളക് ഒരു 5-6 കാഷ്യൂനട്ട്, ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കണം. ഫ്രൈഡ് സവാള, മല്ലിയില, പച്ചമുളക്, പുതിനയില, കാഷ്യൂനട്ട്, നല്ല പേസ്റ്റായിട്ട് നമുക്കത് അരച്ചെടുക്കാം. ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 30 മിനിറ്റായി. മല്ലിയിലയും സവാളയും പുതിനയിലയും കൂടിയിട്ട് അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, കാഷ്യൂനട്ടൊക്കെ, അതൊക്കെ ഇതിലാണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഇത് മാരിനേറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് തൈരിൽ ഡിപ്പ് ചെയ്തിരിക്കുന്നത് കണ്ടോ. എന്നിട്ട് ഇത് നമുക്കൊരു അരമണിക്കൂറും കൂടി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പം എല്ലാ ഭാഗത്തേക്കും ഇത് പിടിച്ചു. ഒരു അരമണിക്കൂറും കൂടി ഇത് അടച്ചു വയ്ക്കാം. ഞാൻ ഈ വീഡിയോ പെരുന്നാളിന് മുന്നേ ആയിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോഴല്ലേ നിങ്ങൾക്ക് പെരുന്നാളിന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലേ? അങ്ങനെ ചെയ്താലേ നിങ്ങൾക്കും അതൊരു ഉപകാരമാവുള്ളൂ. പിന്നെ പെരുന്നാളൊക്കെ ആകുമ്പോഴേക്കും നമ്മളുടെ യുദ്ധമൊക്കെ അവസാനിക്കുമെന്ന് വിചാരിക്കണോ. ശാന്തിയും സമാധാനവും സമ്പൽ സമൃദ്ധിയും എല്ലാവർക്കും വരട്ടെ എന്ന് ഞാനും എൻ്റെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ചിക്കൻ കറി ഇഷ്ടപ്പെട്ടോ? വളരെ സിമ്പിളല്ലേ? ഇനി അതിൻ്റെ കുറച്ച് ഇങ്ങനെ നിർത്തിയിട്ടാണ് ഞാനിന്ന് ചിക്കൻ കറി ഉണ്ടാക്കിയത്. പറഞ്ഞില്ലേ, ഭയങ്കര ചൂട്. ഇനി നമുക്ക് ബാക്കി ഇതുണ്ടാക്കിയതിന് ശേഷം സംസാരിക്കാം. ഇനി നമുക്ക് ഗ്രീൻ ചിക്കൻ ഉണ്ടാക്കാൻ നോക്കാം. പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഈ ഗ്രീൻ ചിക്കൻ വളരെ ടേസ്റ്റിയാണ്. മുളകൊന്നും നമ്മൾ ചേർക്കണില്ലല്ലോ, നല്ല ടേസ്റ്റി ആയിട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കാറുണ്ട്. ഇതെല്ലാം നമ്മൾ മറിച്ചിട്ടു. ഇനി നമുക്കൊരു 10 മിനിറ്റും കൂടി ഇതൊന്ന് നന്നായിട്ട് വേവട്ടെ. ഇതിലേക്ക് നമുക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി, 500 ഗ്രാം അല്ലേ, അപ്പോൾ 1 സ്പൂൺ മല്ലിപ്പൊടി മതി കേട്ടോ. കുരുമുളക് പൊടി, ഗരം മസാല, കുറച്ച് ജീരകപ്പൊടി, നല്ല ജീരകമാണ് കേട്ടോ. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ആയതിന് ശേഷം ഒന്നും കൂടി ഇത് അടച്ചു വെച്ച് വേവിക്കാം. എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ടില്ലേ. ഉപ്പ് ആവശ്യത്തിനുണ്ട്. ഇനി ഉപ്പൊന്നും ചേർക്കണ്ട. അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ ചിക്കൻ എന്തായി നോക്കാം.
എണ്ണയൊക്കെ തെളിഞ്ഞു, നല്ല ടേസ്റ്റി ചിക്കനായി. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പെരുന്നാളിന് ഹരിയാലി ചിക്കൻ അല്ലെങ്കിൽ ഗ്രീൻ ചിക്കൻ. ഇത് പത്തിരിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ നെയ്ച്ചോറിൻ്റെ കൂടെയോ എന്തിനു വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. പേരൊക്കെ കേട്ടാൽ വിചാരിക്കും നിങ്ങൾ, ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ ഇത്രയും ബുദ്ധിമുട്ടാവുമോ അങ്ങനെ എങ്ങനെയാണ്. എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടോ? വെറും ഞാൻ ഒരു 30 മിനിറ്റ് അരമണിക്കൂറേ എടുത്തിട്ടുള്ളൂ ഈ ചിക്കൻ കറിക്ക്. വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ചിക്കൻ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങളുടെ സമയം പോലെ എന്നെ ഒന്ന് അറിയിക്കൂ. അപ്പോൾ എനിക്കും സന്തോഷമാവും, നിങ്ങൾക്കും അതിനൊരു ഉണ്ടാക്കാനൊരു താല്പര്യവും ഒക്കെ ഉണ്ടാവും. എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. ഒന്നുകൂടി എൻ്റെ പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ നമുക്ക് ഇവിടെ നിർത്താം.